എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അതായത് 2024-25 ആനുവൽ റിട്ടേൺ അതായത് GSTR 9C ഫയൽ ചെയ്യേണ്ട അവസാന തീയതി ഡിസംബർ 31. അപ്പോൾ ആരൊക്കെയാണ് GSTR 9 ഫയൽ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് GSTR 9C ഫയൽ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. GSTR 9 ഫയൽ ചെയ്യേണ്ടത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളുടെ ടേൺ ഓവർ 2 കോടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ 2 crore ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? GSTR 9 ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, നമ്മുടെ ടേൺ ഓവർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 2 കോടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായും എന്ത് ചെയ്യണം? GSTR 9 ഫയൽ ചെയ്തിരിക്കണം. ഇനി ഇതിലൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ബാംഗ്ലൂരിലും കേരളത്തിലും ബിസിനസ് ഉണ്ടെന്ന് കരുതുക. സെയിം പാനാണ് ഞാൻ കേരളത്തിലും ഉപയോഗിക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ കർണാടകയിലും ഉപയോഗിക്കുന്നത്. കർണാടകയിലുള്ള എൻ്റെ ടേൺ ഓവർ ഒരു 1.5 കോടിയും കേരളത്തിലുള്ള എൻ്റെ ടേൺ ഓവർ 75 ലക്ഷവുമാണെങ്കിൽ 2 കോടി ക്രോസ് ചെയ്തിട്ട് എത്രയായി? 2 കോടി 25 ലക്ഷമാണ്. അപ്പം ഈ 2 സ്ഥലങ്ങളിലും ഞാൻ എന്ത് ചെയ്തിരിക്കണം? ഞാൻ റിട്ടേണായ GSTR 9 ഫയൽ ചെയ്തിരിക്കണം. GSTR 9 ഫയൽ ചെയ്യുമ്പോൾ നോക്കുന്നത് എഗ്രിഗേറ്റ് ടേൺ ഓവറാണ്. അതായത് ആ പാനിൽ ഓൾ ഇന്ത്യയിൽ എത്ര ടേൺ ഓവർ ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി GSTR 9C ആരൊക്കെ ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവരുടെ ടേൺ ഓവർ 5 കോടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവർ നിർബന്ധമായും GSTR 9ൻ്റെ കൂടെ തന്നെ GSTR 9Cയും കൂടി ഫയൽ ചെയ്തിരിക്കണം. ഇതും എഗ്രിഗേറ്റ് ടേൺ ഓവറാണ് നോക്കുന്നത്. അതായത് എൻ്റെ കർണാടകയിലുള്ള എൻ്റെ ബിസിനസ് ഇപ്പോൾ സപ്പോസ് ഒരു 3.5 കോടിയും പിന്നെ ഇവിടെയുള്ള കേരളത്തിൽ എൻ്റെ 2 കോടിയും ആണെങ്കിൽ 5.5 കോടിയായി. 2 സ്ഥലത്തും കേരളത്തിലും കർണാടകയിലും ഞാൻ എന്ത് ചെയ്യണം? GSTR 9Cയും ഫയൽ ചെയ്യണം. അപ്പോൾ GSTR 9ഉം ഫയൽ ചെയ്യണം. 2 കോടി ക്രോസ് ചെയ്തുകൊണ്ട് GSTR 9ഉം നിർബന്ധമായും ഫയൽ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ 5 കോടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ 9ന് പുറമെ GSTR 9Cയും കൂടി ഫയൽ ചെയ്യണം. അപ്പോൾ തീർച്ചയായും പിന്നെ ഇനി ആർക്കെങ്കിലും 2 കോടിയുള്ളവർക്ക് നിർബന്ധമായി ചെയ്യണം എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആനുവൽ റിട്ടേണിലോട് കൂടി അവരുടെ എന്തെങ്കിലും മിസ്റ്റേക്സുകളൊക്കെ അവർക്ക് റെക്ടിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ GSTR 9C നിർബന്ധമായും ഈ ടേൺ ഓവർ ഉള്ളവർ 2 കോടി 5 കോടി ടേൺ ഓവർ ഉള്ളവർ നിർബന്ധമായും ഫയൽ ചെയ്യുക. അപ്പോൾ അതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.